നമസ്കാരം. സംസ്ഥാനത്തെ ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനം മലയാളികൾക്ക് ആശ്വാസമാവുകയാണ്. ന്യൂനമർദ്ദം രൂപപ്പെട്ടുവെങ്കിലും തിരുവോണ ദിവസം കുളമാകാൻ മഴ എത്തില്ലെന്നാണ് ഇതുവരെയുള്ള കാലാവസ്ഥാ പ്രവചനം വ്യക്തമാക്കുന്നത്. സെപ്റ്റംബർ 5-ന് സംസ്ഥാനത്തെ ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടില്ല. എന്നാൽ ഉത്രാട ദിവസം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. കേരളത്തിൽ അടുത്ത 5 ദിവസം നേരിയതോ ഇടത്തരം മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മഴ സാധ്യതാ പ്രവചനം ഇങ്ങനെയാണ്. ഇന്ന് തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം ജില്ലയുടെ കടൽ തീരങ്ങളിൽ 1.4 മുതൽ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുക. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നത്. അതുകൊണ്ട് തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറങ്ങുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഇൻകോയിസ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കുക. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. തീരശോഷണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് പ്രത്യേക ജാഗ്രത പുലർത്തുക. അടുത്ത 3 മണിക്കൂറിൽ തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അവസാനിക്കാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ ജില്ലയിൽ 25% മഴക്കുറവാണ്. ഓഗസ്റ്റ് 31 വരെയുള്ള കണക്ക് പ്രകാരം ജില്ലയിൽ 1289 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ 1713 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്. ഓഗസ്റ്റ് വരെയുള്ള കണക്കിൽ സംസ്ഥാനത്ത് മഴക്കുറവുള്ളത് 3 ജില്ലകളിലൊന്നാണ് മലപ്പുറം, ഇടുക്കി, വയനാട് എന്നിവയാണ് മറ്റു 2 ജില്ലകൾ. സംസ്ഥാനത്ത് ആകെ ശരാശരി 12% മഴക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 19% വരെ മഴക്കുറവുണ്ടെങ്കിലും സാധാരണ മഴ ലഭിച്ചതായാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് അവസാനിക്കുമ്പോൾ ജില്ലയിൽ മഴക്കുറവ് 35%-ന് മുകളിലായിരുന്നു. സാധാരണ ലഭിക്കുന്നതിനേക്കാൾ ചെറിയ കുറവുണ്ടെങ്കിലും സാമാന്യ ഭേദപ്പെട്ട മഴയാണ് ഇത്തവണ ഓഗസ്റ്റിൽ മലപ്പുറത്ത് ലഭിച്ചത്. 355 മില്ലിമീറ്റർ മഴ ലഭിച്ചതായാണ് കണക്ക്. 445 മില്ലിമീറ്റർ വരെയാണ് ലഭിക്കേണ്ടത്. അതേസമയം 2018-ലും 2019-ലും ജില്ലയിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് പ്രളയത്തിനും മണ്ണിടിച്ചിലിനും കാരണമായത് ഓഗസ്റ്റ് മാസത്തിൽ പെയ്ത കനത്ത മഴയാണ്. മേഘവിസ്ഫോടനത്തിന് സമാനമായി ചെറിയ മേഖലയിൽ ചെറിയ സമയത്തിനുള്ളിൽ കനത്ത മഴ പെയ്തതാണ് ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾക്ക് കാരണമായത്. 2018 ഓഗസ്റ്റ് മാസത്തിൽ സംസ്ഥാനത്ത് ലഭിച്ചത് 820.9 മില്ലിമീറ്റർ മഴയാണ്. 2019 950.5 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ഇത്തവണ ഭേദപ്പെട്ട മഴ ലഭിച്ചെങ്കിലും എവിടെയും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായില്ല. സംസ്ഥാനത്ത് ലഭിക്കുന്ന മഴയുടെ 70% തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാലത്താണ്. കഴിഞ്ഞ വർഷം തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ മഴ കുറവായിരുന്നുവെങ്കിലും പിന്നീട് നല്ല മഴ ലഭിച്ചു. ഇത്തവണ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അവസാനിക്കാൻ ഒരു മാസം ബാക്കി നിൽക്കെ തന്നെ സാമാന്യം നല്ല മഴയാണ് ജില്ലയിൽ ലഭിച്ചത്. അതുകൊണ്ട് അടുത്ത വേനലിൽ ശുദ്ധജലക്ഷാമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നാണ് നിഗമനം. തിരുവോണം നനയുമോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അത്തം കർത്ത തിരുവോണം വെളുക്കുമെന്നാണല്ലോ ചൊല്ല്. ഇത്തവണ അത്തം നാളിൽ മോശമല്ലാത്ത മഴ പെയ്തു. തിരുവോണ നാളിൽ ഇതുവരെ മഴ മുന്നറിയിപ്പൊന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടില്ല. ഈ മലപ്പുറം ജില്ലയ്ക്ക് പുറമെയാണ് മറ്റു ജില്ലകളിൽ പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. എന്നാൽ സംസ്ഥാനത്തുടനീളം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. കണ്ണൂരിന്റെ മലയോര മേഖലയിൽ കനത്ത മഴയായിരുന്നു അനുഭവപ്പെടുന്നത്. ബാവലിപ്പുഴ കരകവിഞ്ഞു. ആറളം, പാലപ്പുഴ പാലത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി മുതൽ ശക്തമായ മഴയാണ് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലകളിലടക്കം അനുഭവപ്പെടുന്നത്. ഇരിട്ടി, ആറളം, കൊട്ടിയൂർ മേഖലയിൽ ബുധനാഴ്ച പുലർച്ചെ വരെയും കനത്ത മഴയാണ് തുടർന്നത്. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ റോഡുകളിലടക്കം വെള്ളം കയറി. ശക്തമായ മഴയും മലവെള്ളപ്പാച്ചിലും ഉണ്ടായതോടെ ആറളം, പാലപ്പുഴ
പാലത്തിൽ വെള്ളം കയറി. ആറളം വനമേഖലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ടോ എന്നും സംശയമുണ്ട്. അതിശക്തമായ കാറ്റും പ്രദേശത്ത് ഭീതി സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം കണ്ണൂർ ടൗൺ തളിപ്പറമ്പ് മേഖലയിൽ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ഇതിനിടെ ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുകയാണ്. പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കശ്മീർ എന്നിവിടങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി. യമുന നദി കരകവിഞ്ഞ് ഒഴുകിയിരിക്കുകയാണ്. ഡൽഹിയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ഗാസിയാബാദിലും നോയിഡയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അപകട സൂചികയ്ക്ക് മുകളിലാണ് യമുന നദി ഒഴുകുന്നത്. നദിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി. ഹരിയാനയിൽ അണക്കെട്ടുകളിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളം ഡൽഹിയിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഡൽഹി നഗരത്തിൽ യെല്ലോ അലർട്ടാണ്. പഞ്ചാബിൽ 3 നദികൾ കരകവിഞ്ഞൊഴുകിയിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഗാസിയാബാദിലും നോയിഡയിലും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചത്.